ഓം ശാന്തി. പ്രഭാതമുരളി 29/10/21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ ശബ്ദത്തിനുപരി പോകേണ്ടതുണ്ട്. അതിനാൽ വായിലൂടെ ശിവ ശിവ എന്ന് പറയേണ്ട ആവശ്യമില്ല. ചോദ്യം: ഒരു ബാബയെ തന്നെയാണ് സർവശക്തിവാൻ എന്നും ജ്ഞാനത്തിൻ്റെ സാഗരമെന്നും പറയുന്നത്, മറ്റുള്ളവരെ അല്ല. എന്തുകൊണ്ട്? ഉത്തരം: കാരണം ഒരു ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് ആത്മാവ് പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നത്. ബാബ തന്നെയാണ് പതീതരെ പാവനമാക്കി മാറ്റുന്നത്. ബാക്കി ഒരു ദേഹധാരിയായ മനുഷ്യനും പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല. ബാബ നിങ്ങളെ രാവണ രാജ്യത്തിൽ നിന്നും മുക്തമാക്കുന്നു. നിങ്ങൾ ശിവബാബയിൽ നിന്നും ശക്തി നേടുന്നു. എത്ര അധികം ഓർമ്മിക്കുമോ അത്രയും ശക്തി ലഭിക്കും. മാലിന്യം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഗീതം. ഓം നമഃ ശിവായ. ഓം ശാന്തി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾ, ഭക്തിയിലെ മഹിമ കേട്ടു. നിങ്ങളും മഹിമ പാടുമായിരുന്നു. ഇപ്പോൾ മഹിമ പാടുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് മഹിമയുടെ ആവശ്യമില്ല. എന്താണോ ഭക്തർ ചെയ്യുന്നത് അത് കുട്ടികളായ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല. നിങ്ങൾ ഭക്തരായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ ലഭിച്ചു. എല്ലാവർക്കും ഒരുമിച്ച് ലഭിക്കുക സാധ്യമല്ല. ബാബ എല്ലാവരെയും ഒരുമിച്ച് പഠിപ്പിക്കുമോ? ഇത് സാധ്യമല്ല. എല്ലാ ഭക്തരും ഒരുമിച്ചുണ്ടാവുക സാധ്യമല്ല. ബാബയ്ക്ക് തീർച്ചയായും പഠിപ്പിക്കണം. കാരണം ഇത് രാജയോഗമാണ്. സൂര്യവംശി ചന്ദ്രവംശി രാജ്യം സ്ഥാപിതമാകണം. കുട്ടികൾക്ക് എക്സിബിഷനിലും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഉത്സവങ്ങളിലും നിങ്ങൾക്ക് വളരെ നല്ല സർവീസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ തനിക്കു വേണ്ടി തന്നെയാണ് രാജ്യം സ്ഥാപിക്കുന്നത്. നിങ്ങൾ ശിവശക്തി മഹാരഥി സേനയാണ്. മറ്റേതെങ്കിലും ഡ്രില്ലോ മറ്റോ നിങ്ങൾ പഠിക്കുന്നില്ല. നിങ്ങൾ ആത്മീയ ഡ്രിൽ പഠിക്കുന്നു. ഭാരതത്തിൻ്റെ ഈ ഡ്രിൽ പ്രസിദ്ധമാണ്. ഇതാണ് യോഗത്തിൻ്റെ ഡ്രിൽ. ആത്മാവിന് പരംപിത പരമാത്മാവുമായി യോഗം ചേർക്കണം. ആ ഒന്നിൽ നിന്നും സമ്പത്ത് നേടണം. ഇതിൽ യുദ്ധത്തിൻ്റെ ഒരു കാര്യവുമില്ല. നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. ഇതിൽ യുദ്ധവുമായി കണക്ഷനില്ല. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ അവകാശികളാണ്. അപ്പോൾ ബാബയുടേതായി ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കണം. ബാബയുടെ മതം യുദ്ധത്തിൻ്റെതൊന്നുമല്ല. ബാബ കേവലം പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ സദോ പ്രധാനം ആയിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നു കഴിഞ്ഞു. ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. 84 ജന്മങ്ങൾ മനുഷ്യരെടുക്കുന്നു എന്ന് പാടുന്നുമുണ്ട്. 84 ലക്ഷം എന്നത് കെട്ടുകഥയാണ്. ഭക്തിമാർഗത്തിൽ ആർക്കെന്ത് തോന്നുന്നോ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാമ അനുസരിച്ച് ഇത് ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രിയാണ്. സത്യയുഗത്തിലും ത്രേതായിലും ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. ഭക്തി വേറെയാണ്, ജ്ഞാനം വേറെയാണ്. കുട്ടികളായ നിങ്ങളിലല്ലാതെ മറ്റേതെങ്കിലും ഋഷി മുനിമാരുടെയോ മറ്റോ ബുദ്ധിയിൽ ഈ ജ്ഞാനമില്ല. സുഖം വേറെയാണ്, ദുഃഖം വേറെയാണ് എന്നതും അവർക്കറിയില്ല. സുഖം ബാബ നൽകുന്നു, ദുഃഖം രാവണൻ നൽകുന്നു. സൂര്യവംശിയും ചന്ദ്രവംശിയുമായിരുന്ന നിങ്ങൾ തന്നെ 84ൻ്റെ ചക്രം കറങ്ങി ശൂദ്രവംശിയായി. ബാബ സ്മൃതി വരുത്തുന്നു, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. നിങ്ങൾ 84 ജന്മമെടുത്ത് താഴെ ഇറങ്ങുന്നു. തുച്ഛബുദ്ധിയും തമോ പ്രധാനവുമായി മാറി. സദോ പ്രധാനമായവരെ സ്വച്ഛ ഉയർന്ന ബുദ്ധി എന്ന് പറയുന്നു. തമോ പ്രധാനമായവരെ താഴ്ന്ന ബുദ്ധി എന്ന് പറയുന്നു. താഴ്ന്ന ബുദ്ധിയുള്ളവർ ഉയർന്ന ബുദ്ധിയുള്ളവരെ നമസ്കരിക്കുന്നു. നമ്മൾ തന്നെയാണ് ഉയർന്നതായിരുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ താഴ്ന്നവരായിരിക്കുന്നു എന്നത് നിങ്ങൾക്കും അറിയില്ലായിരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ആര് ആദ്യ നമ്പറിൽ ജന്മം എടുത്തിട്ടുണ്ടാകുമോ അവർ തന്നെ സദോ പ്രധാനമാകും.
84 ജന്മവും സൂര്യവംശി തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. അപ്പോൾ പാവനവും സദോ പ്രധാനവുമായിരുന്നു. പതിതർക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കില്ല. അവരുടെ മഹിമ നോക്കൂ, എത്ര ഉയർന്നതാണ്! സർവഗുണ സമ്പന്നം. ത്രേതായിൽ 14 കലാ സമ്പൂർണം എന്ന് പറയില്ല. സൂര്യവംശികളെയാണ് 16 കലാ സമ്പൂർണം എന്ന് പറയുന്നത്. സമ്പൂർണം എന്നത് 16 കല ഉള്ളവർക്കാണ് എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ 16 കലാ സമ്പൂർണമാകുന്നു. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഈ ജ്ഞാനം അതിസഹജമാണ്. ഇതിനേക്കാൾ സഹജമായ മറ്റൊരു കാര്യമില്ല. ബാബ ദയാഹൃദയനാണല്ലോ. ബാബയ്ക്കറിയാം, കുട്ടികൾ ഭക്തിയിൽ തിക്കും തിരക്കും കൊണ്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ടാകും. അതിനാൽ ദ്രൗപദിയുടെ പാദം അമർത്തുന്നതായി കാണിച്ചിരിക്കുന്നു. ബാബയുടെ അടുക്കൽ വൃദ്ധരായ മാതാക്കൾ വരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ഭക്തിയുടെ തിക്കും തിരക്കും കൊണ്ട് ക്ഷീണിച്ചു പോയിരിക്കുന്നു. അതിനാൽ ബാബ ഇപ്പോൾ നിങ്ങളുടെ ക്ഷീണമെല്ലാം അകറ്റുന്നു. ഭക്തിയിൽ രാമരാമ എന്ന് ജപിക്കുന്നു. മാല തിരിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് പാതിരിമാരോടും സമ്പർക്കം ഉണ്ടായിരുന്നു. പാതിരിയും ബൈബിൾ എടുത്ത് ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ പേർ ക്രിസ്ത്യൻസായി മാറുന്നു. ഇവിടെ മാലയൊന്നും തിരിക്കേണ്ട കാര്യമില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ശിവ ശിവ എന്ന മുഖത്തിലൂടെ പറയേണ്ടതില്ല. നമ്മളാണെങ്കിൽ ശബ്ദത്തിനുപരി പോകുന്നവരാണ്. ബാബ വളരെ സഹജയുക്തി പറഞ്ഞു തരുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ മാലിന്യം മാറും. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ പവിത്രമാകണം. കമലപുഷ്പം വളരെ പ്രസിദ്ധമാണ്. അവ വലിയ കൂട്ടമായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കുന്നു. നിങ്ങളും വിഷയസാഗരത്തിലിരിക്കവേ വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കൂ. ഇത് വിഷയസാഗരമാണ്. ഇതിനെ നദി എന്ന് പറയില്ല. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ എത്ര വിവേകശാലികളാകുന്നു. ഈ അറിവിലൂടെ നിങ്ങൾ മഹാരാജകുമാരൻ ആയി മാറുന്നു. നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. പുരുഷാർത്ഥം ചെയ്യണം. ആൺകുട്ടിയാകട്ടെ അഥവാ പെൺകുട്ടിയാകട്ടെ, രണ്ടുപേരുടെ ആത്മാവിനും പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ലൗകിക സംബന്ധത്തിൽ അച്ഛൻ്റെ സമ്പത്ത് കേവലം ആൺകുട്ടികൾക്കാണ് ലഭിക്കുന്നത്, പെൺകുട്ടിക്കല്ല. ഇവിടെ എല്ലാ ആത്മാക്കൾക്കും സമ്പത്ത് ലഭിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നത്. എക്സിബിഷനിൽ ആദ്യം ബാബയുടെ പരിചയം നൽകണം. പിന്നെ അതിനുശേഷമാണ് ബാബയുടെ സമ്പത്ത്. ആദ്യം ഈ നിശ്ചയം വരുത്തൂ, ഇത് നിങ്ങളുടെ പരിധിയില്ലാത്ത പിതാവാണ്. അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഭഗവാൻ ഒന്നാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കരം ഭഗവാനല്ല, ദേവതമാരാണ്. ഭഗവാൻ പതീത പാവനും നിരാകാരനുമായ പിതാവാണ്. ആ ഒന്നിൻ്റെ മഹിമ തന്നെ വേറെയാണ്. ഇക്കാലത്ത് എക്സിബിഷനിൽ ത്രിമൂർത്തിയെക്കുറിച്ചും മനസ്സിലാക്കിച്ചു കൊടുക്കണം. അത് ബാബ, ഇത് ദാദാ. സമ്പത്ത് ആ ഒന്നിൽ നിന്നും ലഭിക്കുന്നു. ആ ഒന്ന് നിരാകാരമാണ്. ആ ഒന്നിൽ നിന്നും സമ്പത്ത് എങ്ങനെ ലഭിക്കും? ആ ഒന്നാണ് സർവരുടെയും രചയിതാവ്. ബ്രഹ്മ വിഷ്ണു ശങ്കരം രചനയാണ്. രചനയ്ക്ക് രചയിതാവിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ആ നിരാകാരനായ ബാബ ഇദ്ദേഹത്തിലൂടെ സമ്പത്ത് നൽകുന്നു. സർവരുടെയും രചയിതാവ് ഒന്നാണ്. അതിനാൽ സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ് എന്ന് പാടപ്പെടുന്നു. ആ ഒന്നിനെ ജ്ഞാനസാഗരം എന്ന് പറയുന്നു. ബാക്കി എല്ലാവരും ശാസ്ത്രങ്ങളുടെ അതോറിറ്റിയാണ്. ഇതാണ് ജ്ഞാനസാഗരം, സ്വയം അതോറിറ്റിയാണ്. വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി സ്വയം പറയുന്നു, ഞാൻ വേദങ്ങളും ശാസ്ത്രങ്ങളും അറിയുന്നു, നിങ്ങൾക്ക് സാരം മനസ്സിലാക്കിച്ചു തരുന്നു. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രിയാണ്. അത് സത്യയുഗത്തിലും ത്രേതായിലും ഉണ്ടായിരിക്കില്ല. ഭക്തിയിലൂടെ തന്നെയാണ് ഏണിപ്പടി താഴേക്ക് ഇറങ്ങേണ്ടത്. സർവശക്തിവാൻ എന്ന് ഒരു ബാബയെക്കുറിച്ച് തന്നെയാണ് പാടപ്പെടുന്നത്. ആ ഒന്നിനോട് യോഗം യോജിപ്പിക്കുന്നതിലൂടെ തന്നെയാണ് നമ്മൾ പവിത്രമായി മാറുന്നത്.
അപ്പോൾ സർവശക്തിവാൻ ആയല്ലോ. ഞാൻ സർവരെയും പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നു, രാവണ രാജ്യത്തിൽ നിന്നും മുക്തമാക്കുന്നു. നിങ്ങളിപ്പോൾ ശിവബാബയിൽ നിന്നും ശക്തി എടുത്തുകൊണ്ടിരിക്കുന്നു. എത്ര ജാസ്തി ഓർമ്മിക്കുമോ അത്രയും ശക്തി ലഭിക്കും. മാലിന്യം മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് രാപ്പകൽ ഈ ചിന്തയുണ്ടായിരിക്കണം. പതീതത്തിൽ നിന്നും പാവനവും തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനവും എങ്ങനെയാകും? മായയുടെ കൊടുങ്കാറ്റ് വരും. ബാബ പറയുന്നു, ജാഗ്രതയോടെ ഇരിക്കണം. നിങ്ങളുടേത് മായയുമായുള്ള യുദ്ധമാണ്. ആവശ്യമില്ലാത്ത വികൽപ്പങ്ങൾ വളരെയധികം വരും. എന്താണോ ഒരിക്കലും അജ്ഞാനത്തിൽ വന്നിട്ടില്ലാത്തത് അതും വരും. നിങ്ങൾ യുദ്ധ മൈതാനത്തിലാണ്. പ്രയത്നം മുഴുവൻ ഓർമ്മയുടെ യാത്രയിലാണ്. ഭാരതത്തിൻ്റെ യോഗം പ്രസിദ്ധമാണ്. യോഗത്തിന് വേണ്ടി തന്നെയാണ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇങ്ങനെ ഒരു മനുഷ്യനും മനസ്സിലാക്കിച്ചു തരാൻ സാധിക്കില്ല. അവർ പറയുന്നു, എല്ലാം ഭഗവാന്റെ രൂപമാണ്. എവിടെ നോക്കിയാലും പരമാത്മാവ് തന്നെ പരമാത്മാവാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ആത്മാവാണ്. 84 ജന്മങ്ങൾ എടുക്കുന്നു. അഥവാ എല്ലാവരും പരമാത്മാവാണ് എങ്കിൽ എന്താ പരമാത്മാവ് ജനന മരണത്തിൻ്റെ ചക്രത്തിൽ വരുന്നുണ്ടോ? ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമതൊരെണ്ണം എടുക്കുന്നു. ആത്മാവിൽ നല്ലതും മോശവുമായ സംസ്കാരമുണ്ടായിരിക്കുന്നു. നല്ല സംസ്കാരമുള്ളവരുടെ മഹിമ പാടുന്നു. മോശമായ സംസ്കാരമുള്ളവരെ പാപിയും താഴ്ന്നവരും എന്ന് പറയുന്നു. ബാബ പവിത്രമാകാനുള്ള സഹജ യുക്തി പറഞ്ഞു തരുന്നു. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം കൊടുക്കരുത്. സ്വയം തനിക്കും ദുഃഖം നൽകുവാൻ പാടില്ല. ഏതെങ്കിലും വികർമ്മമോ മോഷണമോ മറ്റോ ചെയ്യുവാൻ പാടില്ല. അഥവാ എവിടെയെങ്കിലും അസത്യം പറയേണ്ടി വരുന്നു എങ്കിൽ ബാബയോട് നിർദ്ദേശം ചോദിക്കൂ. ഏറ്റവും വലിയ പാപമാണ് കാമകഠാര പ്രയോഗിക്കുന്നത്. അത് പ്രയോഗിക്കരുത്. ബാബ പറയുന്നു, കുട്ടികളെ, കൈകൾ കൊണ്ട് കാര്യം ചെയ്യുമ്പോഴും ബുദ്ധിയുടെ യോഗം എന്നിൽ ചേർക്കൂ. കൈകൾ കാര്യം ചെയ്യട്ടെ, ബുദ്ധി ഓർമ്മിക്കട്ടെ. ബാബ സർജനുമാണ്. എല്ലാവരുടെയും രോഗം ഒരുപോലെ ആയിരിക്കില്ല. കർമ്മവും ഒരുപോലെ ഉണ്ടാവുക സാധ്യമല്ല. അപ്പോൾ ഓരോ ചുവടിലും ചോദിക്കേണ്ടതാണ്. ലക്ഷ്യം വളരെ ഭാരിച്ചതാണ്. അമർനാഥിലേക്ക് യാത്ര പോകുന്നു. അപ്പോൾ പറയുന്നു, അമർനാഥ് കി ജയ്, ബദ്രീനാഥ് കി ജയ്. ഹേ ബദ്രീനാഥ, നമ്മളെ രക്ഷിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് തീർത്ഥയാത്രയും മറ്റുമൊന്നും ചെയ്യേണ്ടതില്ല. ഈ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ആ ഒന്നിൻ്റെ തന്നെ പാർട്ടാണ്. നിങ്ങളും ബാബയോടൊപ്പം പാർട്ടുധാരിയാണ്. എത്രത്തോളം ആര് പഠിക്കുമോ അത്രയും ഉയർന്ന പദവി ലഭിക്കും. ഇതിൽ ആരുടെയും മഹിമയില്ല. മഹിമ ഒന്നിൻ്റേത് തന്നെയാണ്. ആ ഒന്ന് സർവ മനുഷ്യർക്കും സദ്ഗതി നൽകുന്നു. സർവ കുട്ടികളെയും പതീതത്തിൽ നിന്നും പാവനമാക്കുന്നു. ഡ്രാമയിൽ എനിക്കും പാർട്ട് ലഭിച്ചിരിക്കുന്നു. 5 തത്വങ്ങൾക്കും അവരവരുടെ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് അഭിനയിക്കണം. ഭൂമി കുലുങ്ങേണ്ടതുണ്ട്, വിനാശം സംഭവിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കും ഡ്രാമയിൽ പാർട്ടുണ്ട്. ഇതിൽ എന്ത് വലിയ കാര്യമാണുള്ളത്? രാജ്യം ഭരിച്ച് പതീതമായി. നിങ്ങളും ആദ്യം എന്തായിരുന്നു? വർത്ത് നോട്ട് പെന്നി, ചില്ലിക്കാശിന് വിലയില്ലാത്തവർ. ഇപ്പോൾ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇത് നിങ്ങളുടെ പാർട്ടാണ്. വീണ്ടും നമുക്ക് ഇങ്ങനെ ആവുക തന്നെ വേണം. ഇതിൽ വലിയ കാര്യത്തിൻ്റെയോ മഹിമയുടെയോ ഒരു കാര്യവുമില്ല. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. ബാബയും വന്ന് തൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ഭക്തർ വലുതാക്കി പറയുന്നു, സ്തുതി പറയുന്നു, മഹിമ പാടുന്നു. ആ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബ ഈ ഡ്രാമയുടെ രഹസ്യം വളരെ വണ്ടർഫുള്ളാണ്. അതാർക്കും തന്നെ അറിയില്ല. ബാബ, നമ്മൾ സത്യയുഗത്തിൽ ഇതും മറന്നുപോകും. വളരെ വിചിത്രമായ ഡ്രാമയാണ്.
ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കൂ. ഏതെങ്കിലും പാർട്ട്ധാരി നന്നായി പാർട്ട് അഭിനയിക്കുന്നു എങ്കിൽ കൈയടിക്കുന്നു. നമ്മളും പറയുന്നു, മധുരമായ ബാബയുടേത്, ശിവ് ബാബയുടേത് വളരെ നല്ല പാർട്ടാണ്. നമ്മളും ബാബയുടെ കൂടെ നല്ല പാർട്ട് അഭിനയിക്കുന്നു. എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും ചിലർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മുടെ രാജധാനിയിൽ ഇവർക്ക് വരേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നു. ആരാണോ ബ്രാഹ്മണർ ആയിരുന്നത് അവർ തന്നെ ബ്രാഹ്മണരായി പിന്നെ ദേവതയാകും എന്നതും അറിയുന്നു. ദേവതമാരിലും പ്രജയും മറ്റുമെല്ലാം ആകും. സർവർക്കും അനാദി പാർട്ട് ലഭിച്ചിരിക്കുന്നു. സൃഷ്ടിയും ഒന്നേ ഉള്ളൂ, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗോഡ് ഇസ് വൺ, ക്രിയേഷൻ ഇസ് വൺ. അതേ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ അന്വേഷിക്കുന്നു, മൂണിൽ എന്താണുള്ളത് എന്ന് നോക്കട്ടെ, അതിൻ്റെ മുകളിൽ എന്താണ്? അതിനു മുകളിലാണ് സൂക്ഷ്മവതനം. അവിടെ എന്ത് കാണും? ലൈറ്റ് തന്നെ, ലൈറ്റ്. വളരെ പരിശ്രമിക്കുന്നു. സയൻസിനും പരിധിയുണ്ടല്ലോ. മായയുടെ വളരെയധികം പുറമോടിയുണ്ട്. സയൻസ് സുഖത്തിന് വേണ്ടിയുമാണ്, ദുഃഖത്തിന് വേണ്ടിയുമാണ്. അവിടെ എയ്റോപ്ലെയിൻ ഒരിക്കലും വീഴില്ല, ദുഃഖത്തിൻ്റെ കാര്യമില്ല. ഇവിടെയാണെങ്കിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു, തീ കത്തിക്കുന്നു. അവിടെ കെട്ടിടങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. മുഴുവൻ ആബുവിൻ്റെ അത്രയും ഭൂമി ഓരോ രാജാവിനും ഉണ്ടായിരിക്കും. നിങ്ങൾ സ്വർഗവാസിയാകുന്നതിനായി വന്നിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ മാലിന്യം മാറും. നിങ്ങളെല്ലാവരും പ്രിയതമകളാണ്. ഇപ്പോൾ പ്രിയതമൻ നിങ്ങളോട് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ അമരപുരിയുടെ അധികാരിയായി മാറും. അവിടെ അകാല മൃത്യു ഉണ്ടായിരിക്കുന്നില്ല. സത്യയുഗത്തിൽ ശ്രേഷ്ഠാചാരി ലോകമാണ്. ഇതാണ് ഭ്രഷ്ടാചാരി ലോകം. എത്ര ബികേസ് ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും സമ്പത്ത് നേടൂ. അഥവാ ശ്രീമത്തനുസരിച്ച് നടക്കുകയില്ലെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ഓരോ 5000 വർഷത്തിനു ശേഷവും ബാബ സ്വർഗമുണ്ടാക്കാൻ വരുന്നു. കലിയുഗത്തിൽ അനേകം മനുഷ്യരുണ്ട്, സത്യയുഗത്തിൽ കുറച്ചാണ്. അപ്പോൾ വിനാശം തീർച്ചയായും ഉണ്ടാകും. അതിനാൽ മഹാഭാരത യുദ്ധം മുന്നിൽ നിൽക്കുന്നു. ശരി, മധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകരുത്. മോശമായ സംസ്കാരങ്ങൾ മാറ്റി ഇപ്പോൾ നല്ല സംസ്കാരങ്ങൾ ധാരണ ചെയ്യണം. ഒരു വികർമ്മവും ഉണ്ടാകരുത്. ഇതിൽ ശ്രദ്ധ വയ്ക്കണം. ഈ വിചിത്രമായ ഡ്രാമയിൽ തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തെ കണ്ടുകൊണ്ട് സ്വയം തന്നോട് സംസാരിക്കണം. നമ്മൾ ഭഗവാനോടൊപ്പം പാർട്ട്ധാരിയാണ്. എത്ര നല്ലതാണ് നമ്മുടെ പാർട്ട്. വരദാനം: മനനത്തിലൂടെ ബാബയുടെ പ്രോപ്പർട്ടിയെ തൻ്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റുന്ന ദിവ്യ ബുദ്ധിവാനായി ഭവിക്കട്ടെ. ബാബയിലൂടെ ഏതെല്ലാം ഖജനാവ് ലഭിക്കുന്നു അതിനെ മനനം ചെയ്യൂ. അപ്പോൾ ഉള്ളിൽ ഉൾക്കൊള്ളപ്പെട്ടുകൊണ്ടിരിക്കും. പ്രോപ്പർട്ടിയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആരാണോ മനനം ചെയ്ത് അതിനെ തൻ്റേതാക്കി മാറ്റുന്നത് അവർക്ക് അതിൻ്റെ ലഹരിയും സന്തോഷവും ഉണ്ടായിരിക്കുന്നു. അതിനാൽ പറയുന്നു, സ്വയം തന്നെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ ലഹരി കയറും. ആരാണോ മനനത്തിൻ്റെ ലഹരിയിൽ സദാ ലഹരി പിടിച്ചിരിക്കുന്നത് അവരെ ലോകത്തിലെ ഒരു വസ്തുവിനും പ്രശ്നങ്ങൾക്കും ആകർഷിക്കുവാൻ സാധിക്കില്ല. അവർക്ക് ദിവ്യ ബുദ്ധിയുടെ വരദാനം സ്വതവേ ലഭിക്കുന്നു. സ്ലോഗൻ: മനസ്സിലെ പ്രശ്നങ്ങളെ സമാപ്തമാക്കുന്നതിനായി നിർണയശക്തിയെ വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി. സർവശ്രേഷ്ഠ സംഗമയുഗത്തിൻ്റെ ആദികാലമായ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ
ഭാഗ്യവിധാതാവായ ബാബ എനിക്ക് ശ്രേഷ്ഠ ഈശ്വരീയ ഭാഗ്യം നേടിത്തരുന്നതിനു വേണ്ടി സഹജമായി ഈശ്വരീയ ഖജനാവുകൾ പ്രാപ്തമാക്കിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഈശ്വര സ്നേഹത്തിൻ്റെ ഈ പ്രേരണാദായകമായ അലകൾ എന്നെ സ്പർശിക്കുന്നു. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു.
ഞാൻ ശക്തിശാലി ബിന്ദു രൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദു രൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവ ഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി പ്രകാശ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ് ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം
ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.